എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് 2 ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ടീച്ചർ, ബോയ് ഇവർ തമ്മിലുള്ള സംഭാഷണമാണ്. ടീച്ചർ, why are you shouting like this for your father? ബോയ് എന്താ പറയുന്നു? I have something to tell him. എന്തിനാണ് ഇങ്ങനെ അച്ഛനെ കിടന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറയുന്നു, ഐ ഹാവ് സംതിങ് ടു ടെൽ ഹിം. അച്ഛനോട് എനിക്ക് എന്ത് ചെയ്യാനുണ്ട്, ചിലത് പറയാനുണ്ട്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് വീണ്ടും എന്താ, വാട്ട് ഡിഡ് ദ ടീച്ചർ ആസ്ക് ദ ബോയ് എന്നും വാട്ട് ഡിഡ് ദ ബോയ് സേ എന്നുമാണ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ നോക്കൂ, വാട്ട് ഡിഡ് ദ ടീച്ചർ ആസ്ക് ദ ബോയ്. ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം നമ്മൾ ഇവിടെ നിന്ന് തന്നെ മെയിൻ വെർബ് എടുക്കണം. ഇവിടെ മെയിൻ വെർബ് ഏതാ? ആസ്ക് എന്നാണ്. നമുക്ക് എഴുതി തുടങ്ങാം. ടീച്ചർ ആണല്ലോ. ക്വസ്റ്റ്യൻ എന്താ നടക്കുന്നു? ദ ടീച്ചർ. എല്ലാവരും ബോഡി ശ്രദ്ധിക്കുക. ദ ടീച്ചർ ഡിഡ് ആസ്ക് എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ അതാണ് മെയിൻ വെർബ്, അതാണ് റിപ്പോർട്ടിംഗ് വെർബ്. ആ റിപ്പോർട്ടിംഗ് വെർബിനെ ഒരുമിപ്പിക്കണം. അപ്പൊ എന്താ? ദ ടീച്ചർ ആസ്ക്ഡ്. ദ ടീച്ചർ ആസ്ക്ഡ്. ടീച്ചർ ആരോടാ ചോദിച്ചത്? ഇവിടെ പറഞ്ഞിട്ടുണ്ടായ ദ ബോയ്. അത് എളുപ്പമാണ് കേട്ടോ. ദ ബോയ്. ടീച്ചർ ആസ്ക്ഡ് ദ ബോയ്. ടീച്ചർ ഇനി ചോദിച്ചത് വൈ ആർ യു ഷൗട്ടിംഗ് ലൈക്ക് ദിസ് ഫോർ യുവർ ഫാദർ. ഈ സെന്റൻസിന്റെ പ്രത്യേകത എന്താണ്? ഇന്ററോഗേറ്റീവ് ആണ്. WH ക്വസ്റ്റ്യൻസിൽ ആരംഭിച്ചതാണ്. ക്വസ്റ്റ്യൻ വേർഡ് വൈ എന്നാണ്. ആ വൈ എന്ന ക്വസ്റ്റ്യൻ വേർഡ് എന്ത് ചെയ്യണം? ഇവിടുത്തെ കണക്റ്റിംഗ് വേർഡായി കൺജങ്ഷനായി ഉപയോഗിക്കണം. അവരുടെ ആൻസർ എഴുതുമ്പോ വൈ ആണ്. ഇവിടെ എന്താ? കണക്റ്റിംഗ് വേർഡ് കൺജങ്ഷൻ വൈ. ഇനി അടുത്തുള്ള സബ്ജക്ട് എടുക്കുക. സബ്ജക്ട് ഏതാ? യു എന്നതാണ്. യു ആരാ? ഈ ബോയ് എന്നതാണ്. അതിനാൽ യു എന്ന ഈ പ്രോനൗൺ എന്തായിട്ട് മാറണം? ഹി എന്ന പ്രോനൗൺ ആയിട്ട് മാറണം. വൈ ഹി. ടീച്ചർ ആരാണോ ചോദിച്ചത്? ബോയിയോടാണ് ചോദിച്ചത്. ബോയിയുടെ ജെൻഡർ എന്താ? മെയിലാണ്. അതുകൊണ്ട് യു എന്തായിട്ട് മാറി? ഇവിടെ ഹി ആയിട്ട് മാറി. വൈ ഹി. ഇനി അടുത്ത എന്താ? ആർ ഷൗട്ടിംഗ്. ഇതിൽ ഇവിടുത്തെ വെർബ് കിടക്കുന്നല്ലേ? ആർ ഷൗട്ടിംഗ്. ഇവിടെ ആർ എന്ന് പറയുന്ന പ്രസന്റ് ആണ്. ഇവിടുത്തെ മെയിൻ വെർബ് ഏതാ? ആസ്ക്ഡ് എന്നതാണ്. ആസ്ക്ഡ് എന്നത് എന്തായിട്ട് മാറണം? ആസ്ക്ഡ് എന്നത് എന്തായിട്ട് മാറണം? സോറി, ആസ്ക്ഡ് എന്നത് ടെൻസ് എന്താണ്? ആസ്ക്ഡിന്റെ ടെൻസ് എന്താ? പാസ്റ്റ്. ആസ്ക്ഡിന്റെ ടെൻസ് എന്താ? പാസ്റ്റ്. പറഞ്ഞു മനസ്സിലായല്ലോ. അപ്പൊ ഈ ആസ്ക്ഡ് എന്നത് പാസ്റ്റ് ആയതുകൊണ്ട് ഇവിടുത്തെ ആർ എന്ന പ്രസന്റ് എന്ത് ചെയ്യണം? പാസ്റ്റ് ആകണം. ഈ ആർ പാസ്റ്റ് ആകുമ്പോൾ വെയർ ആകണം. പക്ഷെ ഇവിടുത്തെ സബ്ജക്ട് എന്താ? ഹി എന്നതാണ്. ഹി സിംഗുലർ ആണ്. അതുകൊണ്ട് വെയറിന്റെ സിംഗുലർ എന്താ? വാസ്. എന്താ? വാസ്. അപ്പൊ ഇവിടെ എന്താ എഴുതേണ്ടത്? വാസ്. ഹി വാസ്. ഇവിടെ എഴുതണം കേട്ടോ. ഹി വാസ് ഷൗട്ടിംഗ്. അത് അതുപോലെ തന്നെ എഴുതേണ്ടത്. ഷൗട്ടിംഗ്. ഷൗട്ടിംഗ്. അടുത്തെന്താ? ലൈക്ക്. അതുപോലെ തന്നെ എഴുതണം. ലൈക്ക്. ഇതെന്താ? ദിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ദാറ്റ് എന്ന് ഉപയോഗിക്കാം. ദാറ്റ് ഫോർ. ഇനി അടുത്ത് യുവർ എന്ന് കിടക്കുന്നത് നിങ്ങളുടെ, നിന്റെ എന്നാണ്. അത് നമ്മൾ എഴുതുമ്പോ ഹിസ് എന്നാണ്. ഫോർ ഹിസ്. ഫാദർ. നീളം കൂടിയ ആൻസർ ആണ് അല്ലയോ? അവരുടെ സംഭാഷണം നീളം കൂടിയത് കൊണ്ടാണ് ആൻസറും അങ്ങനെ നീളം കൂടിയത്. എത്ര നീളമുള്ള ആൻസർ ആയാലും ശരി, ക്വസ്റ്റ്യൻ ആയാലും ശരി, നമുക്കത് എന്ത് ചെയ്യാം? വളരെ എളുപ്പത്തിൽ തന്നെ പഠിക്കാൻ പറ്റും. നിങ്ങൾ പറയുന്നത് കേട്ടാൽ മാത്രം മതി. അത് വീണ്ടും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. ഇനി ഒരു സെന്റൻസ് കൂടെ ഉണ്ടല്ലോ, അതുകൂടെ നോക്കാം. ബോയ് എന്താ പറഞ്ഞത്? ഐ ഹാവ് സംതിങ് ടു ടെൽ ഹിം. നമ്മൾ ചിലപ്പോൾ ടീച്ചേഴ്സിനോട് പറയും, ഞാൻ പോയി വീട്ടിൽ പറഞ്ഞു കൊടുക്കും കേട്ടോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അല്ലേ? വിരട്ടുകയാണ് ടീച്ചേഴ്സിനെ. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയാണല്ലേ? അല്ലേ? ആണ്. ഓ പിന്നെ ടീച്ചേഴ്സിനൊക്കെ വിരട്ടികളയും. പക്ഷെ നമ്മൾ അതിൽ വീഴാൻ പാടില്ല കേട്ടോ. ടീച്ചേഴ്സായ നമ്മൾ വീഴാൻ പാടില്ല. കുട്ടികൾ നിങ്ങളും ടീച്ചേഴ്സിനെ വിരട്ടരുത്. മാതാ പിതാ ഗുരു ദൈവം എന്നല്ലേ പറയുന്നത്? മാതാവും പിതാവും ഗുരു ദൈവത്തിന് തുല്യമെന്നാണ്. നമ്മളെല്ലാം വിശ്വാസികൾ എന്നല്ലേ പറയുക അല്ലയോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് വിശ്വസിക്കുക. മാതാവും പിതാവും ഗുരുവും ദൈവതുല്യരാണ്. അതുകൊണ്ട് നോക്കൂ. അപ്പൊ ബോയ് എന്താ പറഞ്ഞത്? ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഡിഡ് ദ ബോയ് സേ എന്നാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ആരാ? ബോയ് ആണല്ലേ? ദ ബോയ്. അവിടെ ദ ബോയ്. ദ ബോയ്. ഇവിടെ വെർബ് ഏതാ? ഡിഡ് സേ എന്നാണ്. അത് നമ്മൾ എഴുതുമ്പോൾ എന്തെഴുതണം? സെഡ്. ഡിഡും സേയും കൂടെ ചേർന്നാൽ എന്താകും? സെഡ്. ദ ബോയ് സെഡ്. ഇനി ഈ സെന്റൻസ് എന്ന് പറയുന്നത് എന്താ? അസർട്ടീവ് സെന്റൻസ് ആണ്. അസർട്ടീവ് സെന്റൻസ് ആയതുകൊണ്ട് ദാറ്റ് എന്ന് പറയുന്ന കണക്റ്റിംഗ് വേർഡ് ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് ദാറ്റ് എന്ന കണക്റ്റിംഗ് വേർഡ് ഉപയോഗിക്കാം. ദ ബോയ് സെഡ് ദാറ്റ്. ദ ബോയ് സെഡ് ദാറ്റ്. മഷി കുറവാണ് തോന്നല്ലേ? The boy said that. The boy said that
ഇനി ഐ എന്ന് പറയുന്നത് എന്താ? ബോയ് ആണ് പറയുന്നത്. അതുകൊണ്ട് ബോയ് ഐ എന്ന് ആണ് ഇവിടെ കിടക്കുക. ഐ എന്ന പ്രോനൗൺ എന്തായിട്ട് മാറണം? ഹി എന്ന പ്രോനൗൺ ആകണം. ഐയുടെ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ ഒക്കെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എന്റെ പഴയ ക്ലാസ്സിൽ നിങ്ങൾ ഒന്നുകൂടി എന്ത് ചെയ്യണം? എടുത്തു കാണുക. എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഹി പിന്നെന്താ? ഹാവ്, അത് പ്രസന്റ് ആണ്. ഇവിടുത്തെ മെയിൻ വെർബ് ഏതാ? സെഡ്. ഇത് പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് ഈ പ്രസന്റ് എന്താണ്? പാസ്റ്റ് ആകണം. ഹാഡ് എന്നാകണം. ഹാവിന്റെ പാസ്റ്റ് എന്താ? ഹാഡ്. സംതിങ്, അത് അതുപോലെ തന്നെ എഴുതണം. സംതിങ് സംതിങ് സംതിങ്. ഇനി ഇവിടെ എന്താണുള്ളത്? ടു അല്ലേ? ടു തന്നെ അതുപോലെ എഴുതണം. പിന്നെ എന്താ ഉള്ളത്? ടെല്ല്. അത് ടെല്ല് ടെൻസ് മാറുന്നില്ല. എന്താണ് കാരണം പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്? ഹിമ്മ, അതുപോലെ തന്നെ എഴുതണം. ഇതാണ് ഇതിന്റെ ആൻസർ. എന്തുകൊണ്ടാണ് ടെല്ല് ടോൾഡ് എന്നാകാത്ത? ടെല്ല് എന്ന് പറയുന്ന പ്രസന്റ് ടെൻസ് ആണല്ലോ. മുൻ ക്ലാസ്സുകളിൽ എന്റെ വീഡിയോ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ടുവിന് ശേഷം വരുന്ന വെർബുകളുടെ ടെൻസ് മാറരുതേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലാക്കുന്നുണ്ടല്ലോ? ഇതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. നന്നായി കേൾക്കുക, നന്നായി പഠിക്കുക, ആവർത്തിച്ച് ഈ ക്ലാസ് കാണുകയും കേൾക്കുകയും ചെയ്യുക, വർക്കൗട്ട് ചെയ്യണം. എല്ലാവർക്കും ഇംഗ്ലീഷ് വിത്ത് എസ് കെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. താങ്ക് യു.